ഇന്നുണ്ടല്ലോ ഒരു വൈകുന്നേരമായതിന് ചായക്ക് എന്തെങ്കിലും കഴിക്കണമെന്നൊരു പൂതി. അങ്ങനെ ഞാൻ എന്ത് ഉണ്ടാക്കാൻ പോയെന്ന് ഇലയടയല്ലേ. അപ്പോൾ ഇതിൻ്റെ 2 ദിവസം മുമ്പ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ഇലയട കഴിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന്. ഉമ്മ ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെച്ചു. അതിൻ്റെ ആർക്കേജ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലപ്പോൾ ചെറുങ്ങനെ കട്ട് ചെയ്ത് നേന്ത്രപ്പഴമാണ് ഇട്ടത്. അപ്പോൾ ശർക്കര ഉരുക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് അതിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളക്കുന്ന സമയത്ത് ഏലക്ക ഇട്ട് കൊടുത്ത് പിന്നെ ചിറകി വെച്ച് തേങ്ങയാണ്. തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഈ വെള്ളം ഉണ്ടല്ലോ ശർക്കരൻ്റെ അത് വറ്റി വരുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെയല്ലേ നമ്മളില്ലേ ഇതിൽ ഇത്തിരി ഉപ്പ് ചേർക്കണേ. എന്തിനാണെന്ന് വെച്ചാൽ ഈ മധുരമൊക്കെ ബാലൻസ് ചെയ്യാനാണ്. അപ്പോൾ അടുത്ത് നമുക്ക് അത് റെഡിയാകുന്ന സമയത്ത് ഒന്ന് വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്ക് പൊടിയൊക്കെ കഴിക്കാം. ഞാനിത് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ കുറേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുന്ന് ചൂടുവെള്ളത്തിലാണ് കുഴക്കുന്നത്. പക്ഷേ ഞാൻ ഇത് പച്ചവെള്ളത്തിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് പൊടിയൊക്കെ കുഴച്ച് വെച്ചിട്ട് ഇല പറിക്കണം. നല്ല വൈബല്ലേ. ബേക്ക് സൈഡാണ് ഇത് എൻ്റെ വീട്ടിൻ്റെ. എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതൊന്ന് ചെയ്തേക്കേ. അപ്പം നമ്മളില്ല ഇലയാണ് പറിക്കുന്നത്. അപ്പോൾ എനിക്ക് എത്തുന്നില്ല. അപ്പോൾ മുകളിലോട്ട് ഇങ്ങനെ പറിച്ചെടുക്കുക. എന്നിട്ടില്ലേ നമ്മളത് ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണ്ടേ. അപ്പോൾ ഇത് എൻ്റെ ബേക്ക് വശാണ്. വിറകല്ലിട്ടിട്ടേ കുറച്ചും കൂടി ഇതായിട്ട് അത്ര വലിയ ഫുള്ള് എൻ്റെ പറമ്പല്ലേ, അത് വേറെ ഒരാളെ പറമ്പാണ്. ഈ കല്ല് വെച്ച് അത്രയാണ് എൻ്റെ ഇത്. അങ്ങനെ ഇലയൊക്കെ പറിച്ച് നമ്മളകത്ത് കയറി ഇനി പഴുത്ത് ഇതില്ലേ നേരിങ്ങനെ എന്താ പറയുക നല്ല നൈസായിട്ട് നെയ്പ്പത്തിലൊക്കെ പരത്തുന്ന പോലെ നൈസായിട്ട് പരത്ത് അതിൻ്റെ ഉള്ളിൽ ഈ നമ്മൾ ആക്കി വെച്ച് പണ്ടുണ്ടല്ലോ ഉണ്ടാക്കിയിട്ട് അതൊന്ന് വെച്ചിട്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവല്ലേ അട എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതൊക്കെ നല്ലോണം വെച്ച് അങ്ങനെ എന്താക്കി മടക്കിയെടുത്തു. നല്ല അടിപൊളിയാണ് ഇത്. അന്ന് കഴിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു മധുരം ഇഷ്ടപ്പെടുന്ന ആളേ അല്ല. പക്ഷേ ഇത് കണ്ടുനേരം അവിടെ നിന്ന് കഴിച്ചതിന് എനിക്ക് ഭയങ്കര ഒരു കഴിക്കണമെന്നുള്ളൊരു പൂതിയാണ്. അങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത്. പക്ഷേ അതിൽ ഉമ്മ വെറും ശർക്കരയാണ് ചേർത്തിട്ടില്ല, തേങ്ങയോ. ഞാൻ ഇതിൽ പഴം ചേർത്തിട്ടുണ്ട്. എന്താണെന്ന് സുനീറിന് ഭയങ്കര ഇഷ്ടമാണ് പഴം കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയായി. അപ്പോൾ ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. ഞാനിത് ആദ്യം തന്നെ കുറച്ച് എന്താണെന്ന് വെച്ചാൽ കുറേ വെച്ചാൽ നമുക്ക് സ്റ്റീം ആവില്ല. അതുകൊണ്ട് ഞാനൊരു 5 വെച്ചിട്ടാണ് സ്റ്റീം ചെയ്യുന്നത്. ഞാൻ അത്രയും ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ സ്റ്റീം ചെയ്യാൻ വെച്ചു. അങ്ങനെ അത് നേരെ നന്നായിട്ട് മൂടാൻ പറ്റുന്നില്ല. ഇത് കണ്ടില്ലേ നിങ്ങൾ. അങ്ങനെ അത് വന്ന സമയത്ത് ഇത് കണ്ട ഇങ്ങനെ നൈസല്ലേ. എൻ്റെ സംസാരമൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത് ഞാനൊരു മലയാളി അല്ലാത്തതുകൊണ്ടാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ അടയൊക്കെ റെഡിയായി. നല്ല ഒരു വിത്തൗട്ട് ഷുഗറോടെ കട്ടൻ ചായയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എങ്ങനെയാണെന്ന് വെച്ചാലേ ഈ മധുരം ഇടാണ്ട് ചായപ്പുറം ഈ മധുരമുള്ള ഭക്ഷണം കഴിക്കുന്നത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കൂടുതൽ മധുരം ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ്. പക്ഷെ അന്ന് എന്താണെന്നറിയില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കഴിക്കാനൊരു പൂതിയാണ്. ഇതും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്, നല്ല ഉണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. റെസിപ്പിയൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. നന്നായിട്ടുണ്ട്. ഈ വൈകുന്നേരമൊക്കെ രാവിലെ ഒക്കെ നല്ലതാണ് കുട്ടികളൊക്കെ ഹെൽത്തി ആയിട്ടൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ എടുക്കണം. ബൈ.